നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. നിലവിൽ ജൂൺ 15 വരെ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരാനാണ് സാധ്യത. കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചതും ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും കാലവർഷത്തെ സ്വാധീനിക്കും. ജൂൺ 15 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അകലാട് മൂന്നൈനിയിൽ ദേശീയപാതയിലെ കുഴിയിൽ ചാടി ഭാരം കയറ്റി വന്ന ലോറി ചെരിഞ്ഞു. നിരവധി തവണ നാട്ടുകാർ കരാർ കമ്പനി അധികൃതരോട് പരാതി പറഞ്ഞതിനെ തുടർന്ന് മണ്ണിട്ട് കുഴിയടച്ചെങ്കിലും കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ സർവീസ് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയും മണ്ണ് ഒലിച്ചുപോയി വീണ്ടും കുഴി രൂപപ്പെട്ടു. ഇതുമൂലം വാഹനങ്ങൾ കുഴിയിൽ താഴുന്നത് പതിവായി. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും യാത്രികർ പറയുന്നു. വ്യാഴാഴ്ച കാലത്ത് മരം കയറ്റി വന്നിരുന്ന ലോറിയാണ് കുഴിയിൽ ചെരിഞ്ഞത്. 3 JCB ഉപയോഗിച്ച് കുഴിയിൽ നിന്നും ലോറി മാറ്റിയത്. ഇതുമൂലം ദീർഘനേരം ഗതാഗത തടസ്സമുണ്ടായി. എത്രയും പെട്ടെന്ന് സർവീസ് റോഡുകളിലെ വെള്ളക്കെട്ട് മാറ്റി അപകട കുഴികൾ അടച്ച് യാത്രക്കാർക്ക് ആശങ്കയില്ലാതെ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ദേശീയപാത അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിൽ തിരുവത്ര ചെങ്കോട്ടയിൽ വീടിന്റെ ഓട് തലയിൽ വീണ് യുവാവിന് പരിക്കേറ്റു. ചെങ്കോട്ടയിൽ മേപ്പുറത്ത് നൌഫലിനാണ് പരിക്കേറ്റത്. നൌഫലിന്റെ മകൻ സയാനും പരിക്കേറ്റു. പുലർച്ചെ 1:30യോടെയാണ് സംഭവം. നൌഫലും 11 മാസം പ്രായമുള്ള കുഞ്ഞടക്കമുള്ള കുടുംബം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ശക്തമായ കാറ്റിൽ ഓട് തകർന്ന് ഇവരുടെ ദേഹത്തേക്ക് വീണു. തലയ്ക്ക് പരിക്കേറ്റ നൌഫലിനെ ചാവക്കാട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടിഞ്ഞാറേപുരയ്ക്കൽ സാദലി മസ്താന്റെ വീടിന്റെ ഓട് തകർന്നു വീഴുകയും വിറകുപുര പൂർണ്ണമായും നശിക്കുകയും ചെയ്തു. വീടിനു സമീപത്തെ മരം വീണ് മതിൽ ഭാഗികമായി തകർന്നു. പ്രദേശത്തെ ബദറു മസ്ജിദ് പള്ളിയിലെ ഷീറ്റും ശക്തമായ കാറ്റിൽ പറന്നുപോയി. ഒന്നേകാല സമയത്ത് നല്ല ശക്തമായ കാറ്റ് വളരെ ശബ്ദത്തോടെ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഓടുകളൊക്കെ പറന്ന് വിറക് വര പൂർണ്ണമായും തകർന്ന് കോഴിക്കോടിൻ്റെ മേൽക്കൂര, വാട്ടർ ടാങ്ക്, ഒരു മരം വീണ് മതിലുകൾ പൂർണ്ണമായി വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. നല്ല ശക്തമാണ്, ഭയങ്കര ഭയപ്പാടോടെ കൂടായിരുന്നു നമ്മളൊക്കെ ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയത് തന്നെ. എൻ്റെ വീടിൻ്റെ തൊട്ടയൽവക്കത്തുള്ള വീട്ടിലും ഇതേ സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത്. അവിടെ ഒരു യുവാവിന് തലക്ക് ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ചെറിയ കുട്ടികളായിട്ടൊക്കെ കിടന്നുറങ്ങുന്നു. CPIM കോൺഗ്രസ് ഒത്തുകളി ആരോപണം. കുന്നംകുളം നഗരസഭയിൽ BJP പ്രതിഷേധം. കൗൺസിൽ അജണ്ടകൾ ചർച്ച ചെയ്യാതിരിക്കാൻ CPMനെ കോൺഗ്രസ് സഹായിക്കുകയാണെന്നാരോപിച്ച് കൗൺസിൽ യോഗത്തിൽ BJP അംഗങ്ങൾ പ്രതിഷേധിച്ചു. വ്യാഴാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസിന്റെ ആരോപണത്തിൽ ചെയർപേഴ്സൺ മറുപടി നൽകുകയും വീണ്ടും ആക്ഷേപമുണ്ടെങ്കിൽ രേഖാമൂലം എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്നാണ് കൗൺസിൽ പിരിച്ചുവിട്ടത്. എന്നാൽ അജണ്ടകൾ വായിച്ചു തുടങ്ങിയ ഉടനെ ഉണ്ടായ ബഹളം കാരണം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും CPM കോൺഗ്രസ് ഒത്തുകളിയാണ് കൗൺസിൽ യോഗങ്ങൾ അനാവശ്യമായി പിരിച്ചുവിടാൻ കാരണമായതെന്നും ചൂണ്ടിക്കാട്ടിയാണ് BJP അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. പറഞ്ഞ വിഷയം നമ്മുടെ ബൈലോ ഭേദഗതി വന്നതിന് ശേഷം നമ്മളത് തീരുമാനം, ആദ്യം ഇതിന്റെ ഫയല് നഷ്ടപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. ഫയല് നഷ്ടപ്പെട്ട് 2-4 പ്രാവശ്യം അടിയന്തരമായിട്ട് അത് ഫയൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തു. കഴിഞ്ഞ സെക്രട്ടറി ഉള്ള സമയത്ത് തന്നെയാണ്, സന്ദീപ് സെക്രട്ടറി. അതിനുശേഷം ഫയൽ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് എടുത്ത തീരുമാനം പ്രകാരമാണ് അതിൽ എഴുതിയിട്ടുണ്ടായത്. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിനെതിരെയും കാട്ടകമ്പാൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റി തട്ടിപ്പിൽ പ്രതിഷേധിച്ചും CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു.
കുന്നംകുളത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറവിൽ 2,75,00,000 രൂപയാണ് 14 ഇടപാടുകാരിൽ നിന്നും മാത്രമായി തട്ടിച്ചെടുത്തത്. കോൺഗ്രസ് നേതാവായിരുന്ന കാട്ടകമ്പാൽ മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ സെക്രട്ടറി വിവിധ സംഭവങ്ങളിലായി 2 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഏതാണ്ട് 2,500ഓളം സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. അതിൽ 5-6 സംഘങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കരുവന്നൂരിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഏതാണ്ട് 149 കോടി രൂപ നിക്ഷേപകർക്ക് ഇതിനകം ഈ പ്രശ്നം ഉണ്ടായ ശേഷം തിരിച്ചു നൽകി. ഏതാണ്ട് 146 കോടി രൂപ കുടിശ്ശിക പിരിച്ചെടുത്തു. ഇനി കുടിശ്ശിക കിട്ടാനുള്ളത് ഏതാണ്ട് 300 കോടി രൂപയാണ്. തിരിച്ചു കൊടുക്കാനുള്ളത് 256 കോടി രൂപയാണ്. അതിനർത്ഥം കുടിശ്ശിക മുഴുവൻ കിട്ടിയാൽ അവിടുത്തെ നിക്ഷേപകരുടെ മുഴുവൻ കാശും തിരിച്ചു കൊടുക്കാൻ പറ്റും. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വിരമിച്ച അങ്കണവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി. 111 നമ്പർ അങ്കണവാടിയിലെ ഹെൽപ്പർ ജയ, 108 ഹെൽപ്പർ കൗസല്യ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. കുടക്കുഴി അങ്കണവാടിയിൽ വെച്ച് നടത്തിയ യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി മുഖ്യാതിഥിയായി. ബ്ലോക്ക് മെമ്പർ കെ മണി, ICDS സൂപ്പർവൈസർ ലീജ, പഞ്ചായത്ത് ലീഡർ ബിന്ദു, അങ്കണവാടി പ്രവർത്തകരായ ജീഷ്മ, രജിത, ലൂസി, സുനിത തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു. അന്തർദേശീയ തൊഴിൽ സംഘടനകളുടെ ആഹ്വാന പ്രകാരം 2002 മുതലാണ് ബാലവേല ദിനം ആചരിച്ചു തുടങ്ങിയത്. കുരുന്നുമനസ്സുകളിൽ പഠനത്തിന്റെയും പാഠ്യേതര വിഷയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിലെ വിവിധ മത്സരത്തിലെ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. MU അജിത, CJ ജിൻസി, സയന ചായൂർ, KH ഷീജ, ജിംസി ജെയിംസ് തുടങ്ങിയ അധ്യാപകർ നേതൃത്വം നൽകി. വേലൂർ തെക്കേക്കരയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുഴമ്പള്ളത്ത് രമേശ് മകൻ 26 വയസ്സുള്ള മിഥുനെയാണ് രാവിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂനമുച്ചി KSEB റീഡറാണ് മിഥുൻ. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് തുടർ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റി വനിതാവേദി പ്രവർത്തകയായ ഫാമിലി പെൻഷനർ സുമി രമേശിന്റെ മകനാണ്. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ ഇരട്ടപ്പുഴ പ്രസാദ് നഗറിൽ പ്രതിഷേധാജ്ഞ തെളിയിച്ചു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കടപ്പുറം പഞ്ചായത്തിലെ 2ാം വാർഡിലെ വയലി, ഇരട്ടപ്പുഴ, പാണ്ഡ്യലത്താഴം റോഡുകളുടെ പുനർനിർമ്മാണത്തിൽ മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയും കാണിക്കുന്ന ചിറ്റമ്മ നയത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധാജ്ഞ തെളിയിച്ചത്. BMS ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് K ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചാവക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഷാജു കേരച്ചൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KT മുഹമ്മദ് യൂനുസ്, സെക്രട്ടറി KV രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം മെമ്പറുടെ നേതൃത്വത്തിൽ ബിൽഡിംഗ് വേസ്റ്റും കല്ലുകളും കൊണ്ടുവന്ന് കുഴി മൂടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരും BJP പ്രവർത്തകരും ചേർന്ന് തടഞ്ഞിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,100 രൂപ, പവന് 72,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. ചരമം. തൊഴിയൂർ പാലേമാവ് ജുമാ മസ്ജിദിന് സമീപം മാളികയിൽ മൊയ്തുട്ടി നിര്യാതനായി. 81 വയസ്സായിരുന്നു. ഖബറടക്കം പാലേമാവ് ഖബർസ്ഥാനിൽ നടത്തി. കല്ലൂർ IP കുടുംബാംഗം ഖദീജയാണ് ഭാര്യ. സുനില, സുമി, ജാസിം എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.